എമ്പുരാൻ സിനിമ മലയാളം ഇൻഡസ്ട്രിയുടെ തന്നെ വലിയൊരു അഭിമാനം എന്നോണം ഇന്ത്യ ഒട്ടാകെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ അധികമാരും ശ്രദ്ധിക്കാതെ പോയി അല്ലെങ്കിൽ അധികമാരും ശ്രദ്ധ കൊടുക്കാതെ പോയിരുന്നൊരു കാര്യമായിരുന്നു വീരധീര സൂര എന്ന് പറയുന്ന വിക്രം നായകനായിട്ട് വരുന്ന തമിഴ് ചിത്രത്തിൽ സുരാജ് വെഞ്ഞാറമൂടും ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന തമിഴ് ഇന്റർവ്യൂസിനൊക്കെ ആണെങ്കിൽ അമ്മാതിരി അക്സെപ്റ്റൻസ് ആണ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇവിടുത്തെ നമ്മുടെ മലയാളത്തിലെ ധ്യാൻ ശ്രീനിവാസൻ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂസ് അല്ലേ, അതിൻ്റെ ആ ഒരു വൈബ്, അതിൻ്റെ ആ ഒരു റേഞ്ച്, അത്തരത്തിലുള്ള ആ എക്സാക്ട് സാധനമാണ് അവിടെ തമിഴ്നാട്ടിൽ ഇപ്പം നമ്മുടെ സുരാജ് ചേട്ടൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം അക്സെപ്റ്റൻസും അത്രത്തോളം പോസിറ്റീവായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൻ്റെ അന്ന് സുരാജ് ചേട്ടൻ നടത്തിയിരിക്കുന്ന ഒരു ഒറ്റ പെർഫോമൻസ് കുറേ ഇതിനൊരു നെഗറ്റീവ് ഷെയ്ഡുകൂടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനകത്ത് ആൾക്കാരൊക്കെ പറയുന്നത് മലയാളികളെ അപമാനിച്ചു, അല്ലെങ്കിൽ തമിഴ്മാരെ കണ്ടപ്പോൾ മലയാളികളെ മറന്നു, മലയാളികൾക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കുകയാണ് ഇങ്ങനൊരുത്തൻ, അല്ലെങ്കിൽ ജയറാമേട്ടനെ കണ്ട് പഠിക്കാൻ നോക്കിയതാണ് പക്ഷേ സംഗതി ഏറ്റില്ല, ഭയങ്കര ബോറായി, അത് ഇതെന്നൊക്കെ പറഞ്ഞ് നല്ല നെഗറ്റീവ് പുള്ളിക്ക് കേൾക്കേണ്ടി വരികയാണ്. അതിനുള്ള ചില കാരണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് സംസാരിക്കാം. എന്തിനാണെങ്കിലും ആ ഒരു ഇന്റർവ്യൂസിലൊക്കെ ആണെങ്കിൽ പുള്ളി കൊടുക്കുന്ന ആ ഒരു വൈബ് എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. இதுவரை அவர்கிட்ட ஒவ்வொரு பேர் எடுத்து பேசும், அது எனக்கு புதுசு. ஓகே, இனி யாராவது இங்க வரல, டேய் குமார் நீ எப்படி இருக்கு? தால்புரம் இல்ல, அச்சன் வந்து மிலிட்டரி, பிரதர் வந்து மிலிட்டரி, நான் வந்து மிமிக்ரி. டைலாக் இருக்கா சார்? கொஞ்சம் சின்ன டைலாக் சார், நோ ப்ராப்ளம் சார், பண்ணிடலாம். அப்போ விളിച്ചിട്ട് போய் ஓகே ஒரு குத்து டைலாக். பரவாயில்ல சார், இது சிங்கிள் ஷாட் தான். சிங்கிள் ஷாட்டா? டேய் திடீர்னு 3 அட்டாக் வந்து போச்சு. സുരാജോட ഇന്റർവ്യൂ ഞങ്ങളെ ഓഡിയൻസ്. അപ്പോൾ ഈ രീതിയിലാണ് അവിടുത്തെ ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്തൊക്കെ കമന്റ് ബോക്സിലൊക്കെ ആണെങ്കിൽ സുരാജ് ഇന്റർവ്യൂ തൂക്കി കൊലത്തൂക്കം എന്നൊക്കെ പറഞ്ഞാൽ ആ രീതിയിൽ കുറേ കമന്റ്സ് ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഓഡിയോ ലോഞ്ചിന്റെ ഈ അവിടെ ഉള്ള ഈ ഒരു പെർഫോമൻസ്. നമുക്കറിയാം സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിട്ട് മിമിക്രി ഒക്കെ കാണിച്ചു വന്നേക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അവിടുത്തെ ആ ഒരു സ്റ്റേജിൽ കയറിയിട്ട് കാണിച്ചേക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഇവരെയൊക്കെ സൂചിപ്പിക്കുകയാണ്, കാര്യം അവിടുത്തെ എല്ലാ ആക്ടേഴ്സിനും സൂചിപ്പിക്കുകയാണെന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഭാഗങ്ങൾ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. ஜிவி பிரகாஷ் சார் ஃபஸ்ட்டு தான் மீட் பண்ணுறேன். லவ் யூ சார். நான் இவரை மாதிரி தான், நானும் பெரிய ஃபேன் தான். எனக்கு இன்னும் தமிழ் படத்தில் நடிக்கணும்னு நிறைய ஆசை வந்ததுக்கு காரணமே வீரா தீரா சூரா என்ற படத்தில் நடித்த பெரிய ஒரு 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 எக்ஸ்பீரியன்ஸ் தான். அதுக்கு டைரக்டர் அருண்குமார் சார், தேங்க்யூ சார், தேங்க்யூ வெரி மச். அவர் உண்மையான மனிதன் தான், தங்கமான மனிதன். எனக்கு ரொம்ப பிடிச்சிருக்கு சார். அவரை சித்தா நான் பார்த்தேன், அதுக்கப்புறம் எனக்கு அவரை கூட ஒர்க் பண்ணணும்னு நிறைய ஆசை இருந்தது. விக்ரம் சார், லவ் யூ சார், லவ் யூ. விக்ரம் சார் எவ்வளோ பெரிய நடிகரான்னு நமக்கு எல்லாருக்குமே தெரியும். அவரை நான் நேரிட்டு பார்க்கும்போது அவர் நடித்த கதாபாத்திரங்களை எனக்கு ஞாபகம் வந்துட்டே இருந்து. சேது, காசி, சேது, இன்னொருக்கு அன்னியன், பொன்னியின் செல்வன், പിന്നെ நிறைய இருக்கு, பிதாமகன் சார், எல்லாமே இங்கே வந்து போச்சு. நான் அப்படியே சாரனை பார்த்துட்டே இருந்தது. இந்த மாதிரி கேரக்டர்லாம் இவங்கள தானே பண்ணது, ஐயோ என்ன சார் இது, நான் அதிசயமாக இருக்கு. ஒரு அதென்ன ஒரு பயங்கரமான ஆள். ஐ லவ் யூ சார். உங்களை போல நானும் വിക്രം സാറുടെ പെരിയ പെരിയ ഫാൻ தான், അത് അവർക്കേ தெரியும். അങ്ങനെ അവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരെയും പറ്റിയിട്ട് ഇങ്ങനെ പൊക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ യൂഷ്വലി ഈ പറയുന്ന പോലെ ആർട്ടിസ്റ്റുകൾ ഇപ്പം മറ്റ് ഇൻഡസ്ട്രിയിൽ പോകുമ്പോഴത്തേക്കിനും അവിടുത്തെ സീനിയർ ആർട്ടിസ്റ്റുകളെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങളാണിത്. കാര്യം ഇപ്പം അവിടെയുള്ള ആൾക്കാർ ഇവിടോട്ട് വരുമ്പോഴേ എന്തൊക്കെയാണ് പറയുന്നത്, ഇപ്പം വിക്രം ആണെങ്കിൽ കൂടി ഇവിടെ വരുമ്പോഴത്തേക്കിന് ലാൽ സാർ, മമ്മൂക്ക സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല പൊക്കിയിട്ട് ഈ പരിപാടികളൊക്കെ ചെയ്യാറില്ലേ. ഇത് യൂഷ്വലി ആൾക്കാർ ചെയ്യുന്ന സാധനമാണ്. പിന്നെ ഇത് ഇച്ചിരി ഡോസ് കൂടി പോയോ എന്നുള്ള സംശയം പല ആൾക്കാർക്കും തോന്നിയിട്ടുണ്ട്. അത് സത്യമാണ്. കാര്യം ഈ രീതിയിൽ പുള്ളി അത്രയും ഇതായിട്ടാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ജയറാമൻ്റെ മണി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിനകത്താണെങ്കിൽ ഇവരുടെയൊക്കെ പെർമിഷൻ വാങ്ങിച്ചിട്ട് സാർ ഞാൻ ഇതൊന്ന് പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് നമുക്ക് വലിയ ക്രിഞ്ച് അടിക്കാത്ത രീതിയിൽ നമുക്കതിങ്ങനെ ഫീൽ ചെയ്ത് പോകും. കാര്യം പുള്ളി ആ ഒരു ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്ന ആ ഒരു രീതിയിലാണ്. പക്ഷേ ഇതിനകത്ത് സുരാജേണ്ണാണെങ്കിൽ ആ ഒരു ലാംഗ്വേജ് അത്രത്തോളം ഫ്ലുവൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ രീതിയിൽ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി ബാക്കിയും കൂടെ കേൾക്കാം. ഇനി வந்து எஸ்ஜே சூர்யா சார், அது எனக்கு அவரை ரொம்ப பிடிக்கும். அவரோட ஃபஸ்ட்டு டைரக்ஷன் எனக்கு பிடிக்கும். அவரோட ஃபஸ்ட்டு ஃபிலிம் நியூ தான். நியூ பார்த்ததுக்கப்புறம் நான் சாருடையும் ஃபேன் ஆகிட்டேன். அதுக்கப்புறம் வெரைட்டியான கேரக்டர், அவருடையதாய ஒரு ஸ்டைல் இருக்கும், அது எனக்கு ரொம்ப பிடிக்கும்.
അതുള്ള കാര്യമാണ് കേട്ടോ. എസ്.ജെ. സൂര്യ എന്ന് പറയുന്ന പുള്ളിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ വേറെ റേഞ്ചിലാണ്. കാര്യം ഇപ്പം ഇൻഡസ്ട്രിക്കകത്തുള്ള ആൾക്കാർ തന്നെ അധികമായിട്ട് സംസാരിക്കുന്ന കാര്യം പുള്ളി വേറെ എന്താ പറയുക, ആർക്കും താരതമ്യം ചെയ്യാൻ പറ്റാത്ത പോലെ അത്രത്തോളമുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന് കൊടുക്കുന്ന ആ ഒരു ഡെപ്ത് പുള്ളി ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ എന്നിട്ട് പുള്ളീനെ ആണെങ്കിൽ ഇപ്പം സുരാജാനാണെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ആൾക്കാരും അവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റൊരു ക്യാമറമാനെ പറ്റിയിട്ട് ഈ പറയുന്ന ഒരു ഇമിറ്റേഷൻ കൂടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതോടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. சார் கேமராமேனுக்கு எதுக்கு சார் இத்தனை பாஸ் இருக்கிற எனக்கே கொடுத்துரு சார். ஒரு கேமராமேனுக்கு இவ்வளவு பாஸ் எதுக்கு சார்? எனக்கே கொடுத்துரு சார். ஓகே சார், நான் ட்ரை பண்ணேன். விக்ரம் சார் எனக்கு உங்களை ரொம்ப பிடிக்கும் சார். சுராஜ் சார் நீங்கள் நல்லா பண்ணிட்டாரு. குமார் கட்டர்ரா, கட்டர் குடுறா. நான் வந்து அவர்கிட்ட ஒரு 5-6 வருஷமா ஃபோன்ல பேசிக்கிட்டு இருக்கேன். அவர் வாய்ஸை ஆல்மோஸ்ட் அவரை டச் பண்ணிட்டீங்க சார். நீங்கள் வேற ലെവൽ. தேங்க்யூ. അപ്പം ഈ ഒരു സാധനം എടുത്തത് അവിടെ ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്, വലിയ തരക്കടില്ലാത്ത രീതിയിലൊക്കെ പോകുന്നുണ്ട്. അപ്പം പുള്ളി പറയുന്ന ഓരോ സാധനങ്ങളും അതേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ മലയാളികൾക്ക് പലപ്പോഴും ആ ഒരു സാധനം എന്താണെന്നുള്ള കണക്ട് ആയെന്ന് വരത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത്തരം ഈ ഒരു ഓഡിയോ ലോഞ്ചിനൊക്കെ ആണെങ്കിൽ കൂടുതലും ഈ സിനിമയിൽ ആ ഒരു സെറ്റിൽ നടന്നേക്കുന്ന തമാശകളായിരിക്കും കൂടുതൽ ഇവർ സ്റ്റേജിൽ വന്ന് സംസാരിക്കും. ഇപ്പം നമ്മുടെ ജയറാമേട്ടാണെങ്കിലും അന്ന് ആ ഒരു പൊന്നിയൻ സെൽവൻ്റെ ആണെങ്കിൽ ആ ഒരു ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞേക്കുന്ന ആ ഒരു ഡേ മണി എന്നൊക്കെ പറഞ്ഞ് നടന്നേക്കുന്ന ആ ഒരു മിമിക്രി ഒക്കെ ഇല്ലേ, അത് അവരുടെ സെറ്റിൽ നടന്നേക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പുള്ളി ആ ഒരു തമാശ രൂപേണ അവതരിപ്പിച്ചത്. അപ്പം അവിടെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ കാണുന്ന ഓഡിയൻസിനെ കൂടി ചിരിപ്പിക്കാനെ കൊണ്ട് അന്ന് ജയറാമേട്ടന് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിൻ കാരണം വെച്ചാൽ പുള്ളിയുടെ ആ ഒരു തമിഴിലുള്ള ആ ഒരു ഫ്ലുവൻസിയാണ്. ഇപ്പം ജയറാം ഈ പറഞ്ഞ സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ഈ ഒരു നടന് അത്രത്തോളം ഫ്ലുവൻസി ഇല്ലാത്തതുകൊണ്ട് ആ തമാശ പറഞ്ഞ് ഇവിടെ മലയാളികളിലോട്ട് എത്തിക്കുക എന്ന് പറയുന്നത്, അതായത് ഒരു തമിഴിൽ തമാശ പറഞ്ഞ് എത്തിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും ഇതൊരു അരോചകമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ എന്തടേ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ജഗ്ലി ഇറമ്പി കളിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റേ ലാലിൻ്റെ സംഭവമാണെന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർ അങ്ങനെ കുറേ കമൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ മലയാളത്തിൽ പുള്ളി ഇൻ്റർവ്യൂസിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേജ് ഷോസിലൊക്കെ ആണെങ്കിലും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുള്ളിയുടെ ഒരു അവാർഡ് റിലേറ്റഡ് ഒരു തമാശയുണ്ട്. ആ സാധനം തന്നെ തമിഴ്നാട്ടിലും പോയിട്ട് അടിച്ചിട്ടുണ്ട്. അതുകൂടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. அவார்ட்ஸு அது நான் இந்த மாதிரி கதை, இது கதை அல்ல. எனக்கு പിന്നെ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ஒரே வருஷம்தான் கிடச்சிருச்சு. அதுக்கு கதை அல்ல, இது உண்மை தான். எனக்கு வந்து 3 குழந்தைகள் இருக்குது. சாரி, நான் மேரிடா. எனக்கு வந்து 3 குழந்தைகள் இருக்குது. ஃபஸ்ட்டு பையன் பிறக்கும்போது எனக்கு ஃபஸ்ட்டு அவார்டு கிடச்சிருச்சு. ஃபஸ்ட்டு ஸ்டேட் அவார்டு கிடச்சிருச்சு. அப்போ கைதட்டுங்க ப்ளீஸ். ஏன்னா என்ன அப்பா சொல்லாரு கேட்டு வாங்குறதுக்கு தப்பே இல்லைன்னு. அப்போ நீங்கள் கைதட்டுங்க. ஓகே. രണ്ടാമത് ഇത് ഈ കൈ തട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് കൈയടി ചോദിച്ച് വാങ്ങുന്നില്ലേ, ഈ ചോദിച്ച് വാങ്ങുന്ന പറയുന്നത് നിനക്ക് നാണമില്ലൂടെ എരന്ന് വാങ്ങാനെ കൊണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ മാസീവ് കമൻസ് ഇതിനകത്തുണ്ട് കേട്ടോ. ഇത് യൂഷ്വലി ഇതുപോലെ സ്റ്റേജ് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ കൈയടി ചോദിച്ച് വാങ്ങുക എന്ന് പറയുന്നത്. അപ്പം ഇത് തമിഴ്നാട്ടിൽ പോയി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അതത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമില്ല. നമ്മൾ പറയുന്ന തമാശകൾ വർക്കാവുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് ഏൽക്കുന്നില്ല എന്ന് തോന്നുന്ന സമയത്തേക്കിന് നമ്മൾ തന്നെ ഓക്കെ ഇതൊന്ന് അടിച്ച് കയറട്ടെ എന്ന് വിചാരിച്ച് ഇടുന്നൊരു സാധനമാണിത്. അതാണ് പുള്ളി അവിടെ ചെയ്തേക്കുന്നത്. പയ്യൻ പിറക്കുമ്പോൾ എനിക്ക് 2ാമത് സ്റ്റേറ്റ് അവാർഡ്സ് കിടച്ചിരുச்சு. சூப்பர், தேங்க்யூ. அப்போ நான் 27th வீரதீர சூரன் ரிலீஸ். அது அப்போ நான் நினச்சேன், இது சூப்பர்ரா, இது நல்லா இருக்கு. ஒவ்வொரு குழந்தை பிறக்கும்போது ஒவ்வொரு அவார்டே கிடைச்சிருக்கு, நல்லா இருக்கு. ஓகே. அப்படி இருக்கும்போது எனக்கு 3ாவது ஒரு பெண் குழந்தை பிறந்தாச்சு. அவர் பிறக்கும்போது எனக்கு வந்து ஸ்டேட் அவார்டும் கிடைச்சிருச்சு, நேஷனல் அவார்டு பெஸ்ட் ஆக்டர் கிடைச்சிருச்சு. வாவ், தேங்க் யூ. 4வதா ட்வின்ஸ் பிறக்குது. வீரதீர சூரனுக்கு 2 அவார்ட் பார்சல். இனி ஓஸ்கார் அவார்டு எனக்கு கிடைக்கும்னா நான் 4வது குழந்தைக்கு ரெடி. சூப்பர் சார். அப்ப அதுக்காக எல்லாரும் எனக்காக பிரார்த்திக்கணும். என் வைஃபு கிட்ட நானே சொல்றேன். தேங்க்யூ வெரி மச். சார் இருக்கிற அவார்டெல்லாம் அவங்களுக்கு தான் சார் கொடுக்கணும். அவங்களுக்கு வைஃப்க்கு தான் சார் கொடுக்கணும் அந்த அவார்ഡ്. സാർ അനാ ഓക്കെ. ഇത് യൂഷ്വലി പുള്ളി ഇവിടെ മലയാളത്തിലൊക്കെ അടിക്കുന്ന ഒരു തമാശയാണ്. കുറേ നമ്മൾ കേട്ടുപഴകിയിട്ടുള്ള സാധനമാണ്. അപ്പം അവിടെ ആൾക്കാരിലോട്ട് ആ ഒരു ചിരി പടർത്താൻ പറ്റുന്നു. കാര്യം അത്രയും ഓഡിയൻസ് അവിടെ ഇരിക്കുകയാണ് അല്ലേ, അത്രയും ആൾക്കാരും ചിരിച്ചു.
അല്ലേ നമുക്ക് മേ ബി ഈ പറയുന്ന ആൾക്കാർക്ക് അരോചകമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും. ഈ പറയുന്ന പോലെ തമിഴന്മാർ തന്നെ ഈ പറയുന്ന പോലെ കമന്റ് ബോക്സിൽ ക്രിഞ്ചാ ഫീൽ പണ്ടറെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ആൾക്കാർ കമന്റിലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലും എല്ലാ ആൾക്കാരെയും നമുക്ക് ഒരേപോലെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ പുള്ളി ആ ചെയ്തിരിക്കുന്ന ഇത്ര ഓഡിയൻസിന് അവിടെ ഇരുന്ന ഒരാൾ ഇത്രയും ഓഡിയൻസ് ഇരിക്കുന്നില്ല, ഒരാളെ ചിരി പടർത്തുക എന്ന് പറയുന്നതിന് എത്ര പ്രയാസമുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ ഇവിടെ നമ്മുടെ മലയാളത്തിൽ വന്നിട്ട് ഈ സ്റ്റേജ് ഷോസിലൊക്കെ പുള്ളി കിടന്ന് ആർമാദിച്ച പോലെ, അല്ലെങ്കിൽ നമ്മുടെ മണിച്ചേട്ടനും ജയറാമേട്ടനും ഒക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ ഇത്രത്തോളം ആർമാദിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സുരാജേട്ടൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം പണ്ടത്തെ ഈ ഒരു അയ്യപ്പ ബൈജു ഒക്കെ പല ആൾക്കാർക്കും ഓർമ്മയുണ്ടായിരിക്കും. അപ്പം അതുപോലുള്ള ഒരു ആർട്ടിസ്റ്റാണ് നമ്മുടെ സുരാജേട്ടൻ. പുള്ളി അവിടെ തമിഴിൽ പോയിട്ട് പുള്ളിക്ക് ആ ഒരു ലാംഗ്വേജിൻ്റെ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ആൾക്കാരെ അത്രത്തോളം പ്രീതിപ്പെടുത്താനെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അത് എനിക്ക് ഫീൽ ചെയ്തു. കാര്യം ലാംഗ്വേജിൻ്റെ ആ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ മലയാളികൾക്ക് അത്രത്തോളം പുള്ളി പറയുന്ന ഒരു ഫ്ലുവൻസിയിൽ വരാത്ത ആ ഒരു ഫ്ലുവൻ്റ് ആയിട്ട് വരാത്തുള്ള ഒരു പക്ഷേ നമുക്ക് അത്രത്തോളം ടേസ്റ്റിന് ഉള്ളൂ. കാര്യം പുള്ളി മലയാളത്തിൽ പക്ഷേ എത്ര അടിപൊളിയായിട്ടാണ് സ്റ്റേജിലൊക്കെ കൈകാര്യം ചെയ്തത്. അവിടെ ആ ഒരു തമിഴിൻ്റെ ആ ഒരു പ്രശ്നം, പക്ഷേ എന്നിരുന്നാലും അവിടെ ഒരു ഓഡിയൻസ് അത്ര ആൾക്കാരും ചിരി പടർത്തിയിട്ടുണ്ട് ഇല്ലേ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. സുരാജ് സംസാരിച്ച് എരന്ന് സോപ്പിട്ട് ബോറാക്കി മലയാളികളെ നാണം കെടുത്തരുത്. തമിഴ് മക്കൾക്കിടയിൽ മലയാളികൾക്ക് ഒരു നിലവാരമുണ്ട്. കൊമേഡിയൻ അല്ലേ, ആ നിലവാരമല്ലേ ഉണ്ടാകൂ. എടേ എന്തോന്നറിയ പറയുന്നത്, കൊമേഡിയൻ അല്ലേ ആ നിലവാരം ഉണ്ടാകും. നിങ്ങൾ ബാക്കി പറഞ്ഞതൊക്കെ ഓക്കെ, പക്ഷേ ഈ ഒരു കൊമേഡിയന്മാർക്ക് എന്താണ് പ്രശ്നം? ഞാൻ ഈ സുരാജേൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയല്ല, പൊതുവായിട്ട് പറയാണ്. പല ആൾക്കാർക്കും ഈ ഒരു ബൂർഷ സ്വഭാവമുള്ള ചില ആൾക്കാരുണ്ട്. അവർക്ക് ഈ കൊമേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും വെറും കോമാളി, അവനൊന്നും ഒരു വില കൊടുക്കേണ്ടതായില്ല, അങ്ങനെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ ഭയങ്കര മോശമുള്ള കാര്യമാണ്. അപ്പോഴും നിങ്ങൾ ആലോചിക്കുക, കോമഡിക്ക് ഒരു നാഷണൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതുകൂടി നിങ്ങൾ ആലോചിക്കണം. തരം താണ് അരോചകമായി മാറി. ജയറാമേട്ടൻ വേറെ ലെവൽ, സുഖിപ്പിച്ച് വെറുപ്പിക്കുവാണല്ലോ. ആദ്യം സംസാരിക്കാൻ പഠിച്ചു. ആ വിക്രം അവരുടെ ഒരു സിനിമ പോലും നിങ്ങൾ കണ്ടില്ല എന്ന് മനസ്സിലായി. ആ സ്റ്റേജിലുള്ള എല്ലാവരെയും അവിടെയുള്ള എല്ലാവരെയും വെറുപ്പിച്ചു കൊടുത്തു. കഷ്ടം, ജയറാം ആവാൻ നോക്കിയതാണ് പാവം. എന്തോ പോലെ ഫസ്റ്റ് ടൈം സുരാജിൻ്റെ സ്റ്റേജിൽ വെറുപ്പിക്കുന്നു. വളിപ്പ് ഒത്തില്ല. ജയറാം മണിച്ചേട്ടൻ്റെ എൻ്റെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വന്നേക്കുന്ന കുറേ കമൻസ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം ഇതിനൊക്കെ മെയിനായിട്ട് ഇപ്പം അദ്ദേഹത്തിന് ഒരു ഹേറ്റ് വരെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മാർക്കോ സിനിമ ഇറങ്ങിയ ടൈമിലാണെങ്കിൽ പുള്ളിയാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ ED എക്സ്ട്രാ ഡീസൻ്റ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പുള്ളി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഇതില് അങ്ങനെ വെട്ടിക്കീറലുകളോ ആൾക്കാരെ കൊല്ലലോ ഒന്നുമില്ല. ധൈര്യപൂർവ്വം പിള്ളേരുമായിട്ട് പോകാം കേട്ടോ. അന്ന് പുള്ളി പറഞ്ഞേക്കുന്ന ഒരു കാര്യമായിരുന്നു, ഇതിനകത്ത് വെട്ടിക്കീറലോ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞൊരു സാധനം. അന്ന് ഞാനിത് റിയാക്ട് ചെയ്ത ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുതെ പേരിന് ജസ്റ്റ് ക്യാഷ്വലായിട്ട് പറഞ്ഞു പോയതായിരിക്കും, അല്ലെങ്കിൽ പുള്ളി അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല എന്നുള്ളത്. അതായത് നമ്മുടെ ഉണ്ണി മോഹനോടുള്ളൊരു ഹേറ്റ് എന്നുള്ള രീതിയിലായിരുന്നു അന്ന് വലിയൊരു ചർച്ചയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പം മറ്റൊരു സിനിമയെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ച് പോകുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അന്ന് മാർക്കൊക്കെ അത്രയും ഹൈപ്പ് കിട്ടിയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർക്ക് ഈ പറഞ്ഞ ജാഫറിഡിക്ക് അല്ലെങ്കിൽ സുരാജേട്ടൻ മുകളിലുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇവരിങ്ങനെ മാർക്കോനെ പറ്റിയിട്ട് ഒരു പരാമർശം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിൽ അവർക്കൊരു ഹേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഇപ്പം ഒരു സ്റ്റേജ് ഷോയിലൂടെ അത്രയും കഷ്ടപ്പെട്ട് മുകളിലോട്ട് വന്ന ഒരാളല്ലേ സുരാജ് വെഞ്ഞാറമൂട്, അപ്പോൾ ആ മറ്റൊരു സിനിമയെ പറ്റി അങ്ങനെ പറയാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർക്കൊരു ഹേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മേ ബി അതിൻ്റെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും ചില പിഴവുകൾ എവിടെയെങ്കിലൊക്കെ സംഭവിക്കുമ്പോഴേക്കും അതിനെ ഒരു ആഘോഷമാക്കി കുറേ ആൾക്കാർ മാറ്റുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ഓഡിയൻസിന് നമുക്ക് ആ രീതിയിൽ അങ്ങ് കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അവിടെയുള്ള ആൾക്കാരെ ഒരു സുഖിപ്പിക്കുന്ന എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പറയുന്ന സാധനമില്ല. മേ ബി ഒരു എക്സ്ട്രാ ഡോസ് കൂടിയൊരു സാധനമായിരിക്കും. അപ്പം അവിടെയുള്ള സീനിയർ ആർട്ടിസ്റ്റുകളൊക്കെ റെസ്പെക്ട് ചെയ്യാനെ കൊണ്ട് അത്രയും വിമുഖത കാണിക്കാത്ത ആ ഒരു വ്യക്തിക്ക് ഇവിടെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലുള്ള ഒരു മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ണിമൂന്തൻ അഭിനയിച്ചതിൻ്റെ പേരിൽ ഇപ്പം വലിയൊരു അക്സെപ്റ്റൻസ് കൊടുക്കാൻ കഴിയാത്ത പോലെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കുറേ ഇതിനെ എടുത്തേക്കുന്നത്. മേ ബി ആ ഒരു ഹേറ്റിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കും ഇത് വന്നേക്കുന്നത്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ മണിച്ചേട്ടനാണെങ്കിലും ജയറാമേനാണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇത്രയും സ്റ്റേജ് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്രത്തോളം വൈഡ് ഓഡിയൻസിൻ്റെ അക്സെപ്റ്റൻസ് കിട്ടുന്ന മറ്റൊരു വ്യക്തിയാണ് സുരാജേട്ടൻ. അപ്പം തമിഴ്നാട്ടിൽ പോയിട്ട് അവിടുത്തെ ഒരു ഓഡിയൻസ് ഇത്രയും ആളുകൾക്കിടയിൽ ആരെങ്കിലുമൊക്കെ ചിരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു കാര്യമൊന്നും അല്ല. പിന്നെ ഇപ്പോൾ സുരാജേട്ടനാണെങ്കിലും ബാക്കിയുള്ള ഇപ്പം അവിടെയുള്ള ആൾക്കാരെയൊക്കെ അക്സെപ്റ്റ് ചെയ്ത് ആ രീതിയിൽ പറയുന്ന പോലെ തന്നെ ഇവിടെയുള്ള ബാക്കിയുള്ള നടന്മാരെ കൂടി പറയുക എന്നുള്ളത് ആളുകൾക്കിടയിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കും. പിന്നെ അത് പറയണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് സുരാജേട്ടൻ്റെ പേഴ്സണൽ തീരുമാനങ്ങളാണ്. അതിലാർക്കും അഭിപ്രായം പറയാനില്ല. പക്ഷേ ഓഡിയൻസ് അതിനെ ആ രീതിയിലായിരിക്കും എടുക്കുക എന്നുള്ളത് മാത്രമല്ല. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ശരി ബൈ.